എന്തുകൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കുന്നു? എന്തുകൊണ്ട് സഞ്ജുവിന് അവഗണന ലഭിക്കുന്നു? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന്റെ ആരാധകർക്ക് ചോദിക്കാനുണ്ട്. അത്തരത്തിൽ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി, പല കാര്യങ്ങൾ ടീമിൽ പരീക്ഷിക്കാൻ വേണ്ടിയാണ് സഞ്ജുവിനെ മാറ്റി നിർത്തിയത് എന്നാണ്. എന്തിനായിരുന്നു സഞ്ജുവിന് വേണ്ടി അങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കാർക്കും അതിനൊരു ഉത്തരമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ഭാവി തന്നെ അവതാളത്തിലേക്ക് എത്തിച്ച് പ്രേക്ഷകർക്കൊരു ഉത്തരം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. പല രീതിയിലുള്ള ഫോർമാറ്റുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ബാറ്റിംഗ് ഓർഡറുകൾ ഇത് പരീക്ഷിക്കാനും ഏതൊക്കെ താരത്തിനെ ഇവിടെ നിർത്തിയാൽ നന്നായി കളിക്കാനും ഫലിപ്പിക്കാനും സാധിക്കുമെന്ന് നോക്കാനും വേണ്ടി പരീക്ഷണാർത്ഥം തന്നെ പലപ്പോഴായി ഇരയായത് സഞ്ജുവായിരുന്നു. സഞ്ജുവിന്റെ പൊസിഷൻ മാറ്റി മറ്റു പലരെയും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ സഞ്ജുവിന്റെ അവഗണനയും ഫോം ഔട്ടും വളരെയധികം ചർച്ചയായി മാറി. സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസനെ ഒഴിവാക്കിയ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന മുൻ ഇന്ത്യൻ താരം ദീപ്ദാസ് ഗുപ്ത രംഗത്തെത്തുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും വിശകലനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. സെലക്ഷൻ കമ്മിറ്റിയുടെ റൊട്ടേഷൻ നയത്തിന്റെ ഭാഗമായി മാത്രമാണ് സഞ്ജുവിന് വിശ്രമം അനുവദിച്ചതെന്നാണ് ഇപ്പോൾ ദീപ്ദാസ് ഗുപ്തയുടെ വിലയിരുത്തൽ. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. ഇന്ത്യൻ ക്രിക്കറ്റ് സർക്കിളുകളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ വിഷയത്തിൽ താരത്തിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനും ആരാധകർക്കിടയിലും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇന്ത്യയുടെ നമ്പർ 1 T20 സ്പിന്നർമാർക്കിടയിലും അതുപോലെ തന്നെ അക്സർ പട്ടേലിനും സിംബാബ്വെ പര്യടനത്തിൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ കാരണം ചൂണ്ടിക്കാട്ടി ദീപ്ദാസ് ഗുപ്ത എത്തുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിന് ഒരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. അതായത് സഞ്ജു ഒരു ഫോമിൽ കളിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ സഞ്ജു ഒരു പൊസിഷനിൽ കളിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹം അർഹിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവിടെ കളിക്കാനോ പരിശോധിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ടീമിലെ സ്ഥാനത്തിനായി ഇനി ആരുമായി മത്സരത്തിനില്ലെന്നും എലിപ്പന്തയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് താൻ തീരുമാനിച്ചതായും സഞ്ജു ഒരു ഷോയിൽ അവസാനമായി തന്റെ ഗതികേട് കൊണ്ട് വിളിച്ചു പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് തോന്നി. ഇതുവരെയും ആരെയും അങ്ങനെ ധിഖരിക്കുകയോ സംസാരിക്കുകയോ അഹങ്കാരത്തിന്റെ ഒരു സ്വരം പോലും വരാത്തൊരു വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം എന്ന് നമുക്കറിയാം. എന്നിട്ടും ഇത്തരത്തിൽ പ്രേക്ഷകർ സംസാരിക്കുന്ന വാക്കുകൾ വളരെയധികം വ്യക്തത വരുത്തുകയും അതുപോലെ പ്രേക്ഷകരെല്ലാവരും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുമ്പോൾ സഞ്ജുവിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അത്തരം കാര്യത്തിൽ വിഷമമുണ്ടെന്നും പ്രേക്ഷകർ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.